ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷന് അടുത്തായുള്ള കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹായുടെ ദേവാലയം. ഉണ്ണിയേശുവിൻ്റെ അത്ഭുത തിരുസ്വരൂപം, 40ഓളം വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന അടിപ്പള്ളി, ബെത്ലഹേം ഗ്രോട്ടോ, ഉണ്ണിയേശുവിൻ്റെ 16 വ്യത്യസ്ത രൂപങ്ങൾ തുടങ്ങിയ ആത്മീയ ആകർഷണങ്ങൾ ഉള്ള കല്ലേറ്റുങ്കര ഇടവക പള്ളി 165 വർഷം മുമ്പാണ് സ്ഥാപിക്കപ്പെട്ടത്. അടുക്കൽ വരുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ചെറുപുഞ്ചിരിയോടെ അനുഗ്രഹിക്കുന്ന പൊന്നുണ്ണീശോയുടെ ഈ ദേവാലയം സ്ഥാപിച്ചത് 1861 വെളയനാട് ഇടവകാംഗമായിരുന്ന ബഹുമാനപ്പെട്ട ചിറ്റിലിപ്പള്ളി തൊമ്മാന യോഹനൻ അച്ഛനാണ്. അന്നത്തെ കൊച്ചിരാജാവ് കരമൊഴിവാക്കി കൊടുത്ത സ്ഥലത്ത് ഇപ്പോഴുള്ള പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി പനയോലയും മുളയും ഉപയോഗിച്ച് യോഹന്നാൻ അച്ഛൻ പള്ളി പണിയുകയും 1863 വരെ പള്ളിയുടെ പ്രഥമ വികാരിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അനാരോഗ്യം മൂലം വിരമിച്ച അദ്ദേഹം ഇടവകയിൽ തന്നെ തുടരുകയും 1865 ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്തു. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സെന്റ് ജോൺ കപ്പേള യോഹന്നാൻ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ്. നിലവിൽ 870 കത്തോലിക്ക കുടുംബങ്ങൾ ഉള്ള കല്ലേറ്റുങ്കര ദേവാലയത്തിൽ തിരുസഭ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്ന പ്രക്രിയയിലെ 2ാം ഘട്ടമായ വന്ധ്യന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വിധേയത്തിലച്ഛൻ ഏറെ കഴിവുകളും സിദ്ധികളും പിശാചുബാധയിൽ നിന്നും രോഗികളെ മോചിപ്പിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അനുമതി ലഭിച്ചിരുന്ന പല്ലിശ്ശേരി അമ്മാടം ദേവസി അച്ഛൻ, ആളൂർ BLM സ്ഥാപിച്ച അന്ത്രയോസ് അച്ഛൻ, പുളിപ്പറമ്പ് പള്ളി സ്ഥാപിച്ച പിയൂസ് അച്ഛൻ, BVM ഹൈസ്കൂൾ സ്ഥാപിച്ച തോമസ് ഇരുമ്പനച്ഛൻ തുടങ്ങി ഇതുവരെ 53 വികാരി അച്ഛന്മാരും 23 അസിസ്റ്റന്റ് വികാരി അച്ഛന്മാരും ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മൾ കാണുന്ന ഈ ദേവാലയം നിർമ്മാണം പൂർത്തിയാക്കി കൂദാശ ചെയ്തത് 2014 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ദേവാലയം കൂദാശ ചെയ്തതിൻ്റെ വാർഷികം എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ ദേവാലയ അൾത്താരയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന പ്രേഗിലെ ഉണ്ണീശോയുടെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ ഊട്ടുതിരുനാളിനോടൊപ്പം ആഘോഷിക്കുന്നു. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് കല്ലേറ്റുങ്കര പള്ളി കമ്മിറ്റി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാൻ ഉണ്ണീശോയുടെ രൂപത്തിന് ഒരു ആശാരിയെ കരാറേൽപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താൻ നിർമ്മിച്ച ഓമനത്വമുള്ള ഉണ്ണീശോയുടെ രൂപവുമായി ആശാരി പള്ളിയിൽ എത്തിച്ചേർന്നു. പള്ളിയിലിരുന്ന് ആശാരി കണക്ക് പറഞ്ഞപ്പോൾ മുൻപേ പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്നും കുറേ മാറ്റം വന്നിരുന്നു. ഇത്രയും കൂടിയ തുകയ്ക്ക് ആ ഉണ്ണീശോയുടെ രൂപം സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് പള്ളി കമ്മിറ്റി ആശാരിയോട് പറയുന്നു. എങ്കിൽ ഞാൻ നിർമ്മിച്ച രൂപം ഞാൻ തിരികെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശാരി പള്ളി വിട്ടിറങ്ങുന്നു. പള്ളിയിൽ നിന്നും ഉണ്ണീശോയുടെ രൂപം വഹിച്ചുകൊണ്ട് പാടം വഴിക്ക് നീങ്ങുകയായിരുന്ന ആശാരി കാൽവഴി വീഴുന്നു. ആ വീഴ്ചയിൽ തന്നെ ആശാരിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നു. കാഴ്ച നഷ്ടപ്പെട്ട് പരിഭ്രാന്തനായ ആശാരി
ഒരു വിധത്തിൽ ഉണ്ണീശോയുടെ രൂപത്തിൽ പിടിച്ച് ഈ ഉണ്ണീശോയെ തിരിച്ച് കല്ലേറ്റിങ്കര പള്ളിയിൽ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ ആശാരിക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഈ ഉണ്ണീശോയുടെ അത്ഭുത തിരുസ്വരൂപമാണ് കല്ലേറ്റിങ്കര ഉണ്ണിമിശിഹാ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉണ്ണീശോയുടെ തിരുസ്വരൂപം. ഉണ്ണീശോയുടെ ഈ അത്ഭുത തിരുസ്വരൂപം കല്ലേറ്റിങ്കര ദേവാലയത്തിലെ പ്രധാന തിരുനാളുകളിൽ അൾത്താരയിൽ നിന്നും എഴുന്നള്ളിച്ച് പ്രത്യേകം സജ്ജീകരിച്ച അലങ്കരിച്ച പന്തലിൽ വിശ്വാസികളുടെ ദർശനത്തിനായി പ്രതിഷ്ഠിക്കുന്നു. പള്ളിയുടെ ബാൽക്കണിയിൽ ഉണ്ണീശോയുടെ കുറെ ഭംഗിയുള്ള രൂപങ്ങളുണ്ട്. നമുക്കിനി അത് കണ്ടാലോ? ദേവാലയ ബാൽക്കണിയുടെ ഇരുവശത്തുമായി ഉണ്ണീശോയുടെ 8 വ്യത്യസ്ത രൂപങ്ങൾ വെച്ച് മൊത്തം 16 മനോഹര രൂപങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലേറ്റിങ്കര ദേവാലയത്തെ മറ്റു ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ആത്മീയ ആകർഷണം 40ഓളം വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് സ്ഥിരമായി സൂക്ഷിക്കുന്ന സന്നിധാനമാണ്. കല്ലേറ്റിങ്കര ദേവാലയത്തിന്റെ അൾത്താരയുടെ അടിയിലായിട്ടാണ് വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുള്ള ഈ അടിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് കൂടാതെ തിരുക്കച്ചയുടെ യേശുവിന്റെ മൃതശരീരം തുണിയിൽ പൊതിഞ്ഞപ്പോൾ പതിഞ്ഞ രൂപത്തിന്റെ ചിത്രവും ഇവിടെ കാണാം. ആരാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധർ എന്ന് ചോദിച്ചാൽ, വിശുദ്ധി വിതരണം ചെയ്യുന്നവനെ വിശുദ്ധൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. പുണ്യങ്ങൾ വിതരണം ചെയ്യുന്നവനെ പുണ്യവാളൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ തൻ്റെ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിവുകൊണ്ടും ചിന്ത കൊണ്ടും വികാരം കൊണ്ടുപോലും മറ്റുള്ളവരിലേക്ക് വിശുദ്ധി വിതരണം ചെയ്യുന്നവനാ യഥാർത്ഥത്തിൽ വിശുദ്ധൻ. മറ്റൊരു വാക്കി പറയുവാണെങ്കിൽ വിശുദ്ധിയെ സംപ്രേഷണം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധര്. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ ജീവിച്ചവരെന്നല്ല അർത്ഥം. മറിച്ച് പാപത്തിൽ വീണാൽ വീണതിനേക്കാൾ വേഗത്തിൽ എഴുന്നേറ്റ് പുണ്യത്തിന്റെ വഴിയിലൂടെ ഓടിയവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരുടെ ഒരു പ്രത്യേകത, വിശുദ്ധർ ഈശോയെ സ്നേഹിച്ചതുപോലെ ആത്മാക്കളെ സ്നേഹിച്ചതുപോലെ നമുക്കാർക്കും അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന പലർക്കും സാധ്യമാകുന്നില്ല എന്നതാണ് സത്യം. കാരണം വിശുദ്ധരുടെ വേദന പോലും സാധാരണക്കാരുടേത് പോലെയല്ല. സാധാരണ മനുഷ്യൻ ശരീരത്തിൽ രോഗം കണ്ട് കരയുമ്പോൾ വിശുദ്ധർ കരയുന്നത് ആത്മാവിന്റെ ദുരവസ്ഥ കണ്ട. വിശുദ്ധർ അനുഭവിച്ച ശാരീരിക മാനസിക ആത്മീയ വേദനകൾ എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കുക പോലും ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യൻ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് വാരിക്കൂട്ടുമ്പോൾ വിശുദ്ധർ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് വാരി വലിച്ച് പങ്കുവെക്കുന്നവരാ. വിശുദ്ധന്റെ ആശ്രയവും ആനന്ദവും യഥാർത്ഥത്തിൽ ദൈവം മാത്രമാ.
ലോകത്തിലായിരുന്നു കൊണ്ടും ലോകത്തിൻ്റെ അത് അല്ലാത്ത പോലെ ജീവിച്ച് നിത്യരക്ഷയ്ക്കും ആത്മരക്ഷയ്ക്കും ഉപകരിക്കുന്ന വിധത്തിൽ ലോകകാര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് വിശുദ്ധന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര ചെളിയിലൂടെ ഇഴഞ്ഞാലും അല്പം ചെളി പോലും സ്വന്തം ശരീരത്തിലേക്ക് ഇഴുകിച്ചേർക്കാത്ത രീതിയിൽ സർപ്പം വിവേകം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇതുപോലെ തന്നെയാ പാപം നിറഞ്ഞ ചുറ്റുപാടില് അല്പം പോലും പാപച്ചെളി ഹൃദയത്തിലാകാതെ ജീവിക്കുന്നവരാ യഥാർത്ഥത്തിൽ വിശുദ്ധരെന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വപ്നങ്ങളും സ്വർഗീയ പദ്ധതികളും ഭൂമിയിൽ നടപ്പാക്കുന്നവരാ യഥാർത്ഥത്തിൽ വിശുദ്ധര്. ഈശോയുടെ ഹൃദയം അറിഞ്ഞവരാ വിശുദ്ധര്. ഈശോയുടെ ഹൃദയം നേടിയെടുത്തവരാ വിശുദ്ധര്. നമുക്കിനി യൗസേപ്പ് പിതാവും മാതാവും ആട്ടിൻകുട്ടികളും ഒട്ടകവും പിന്നെ ഉണ്ണീശോയുമുള്ള ഉണ്ണീശോയുടെ പുൽക്കൂട് കണ്ടാലോ? കയ്യിലുണ്ണിയായി എൻ്റെ ഉള്ളിൽ വാഴാൻ ഇന്നും എന്നും നീ വരുമോ? ഉണ്ണി മിശിഹായേ, നിന്റെ തിരുനാമം എന്നും എന്നും മുഴങ്ങിടുമ്പോൾ. കല്ലേറ്റിക്കര ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബത്ലഹേം ഗ്രോട്ടോ. മറ്റെല്ലാ ദേവാലയങ്ങളിലും ക്രിസ്തുമസ് സീസണിൽ നിർമ്മിച്ച് പ്രദർശനത്തിന് വെച്ച് ക്രിസ്തുമസ് സീസൺ കഴിയുമ്പോൾ എടുത്തുമാറ്റുന്ന ക്രിസ്തുമസ് പുൽക്കൂട് ഈ ദേവാലയത്തിൽ ബത്ലഹേം ഗ്രോട്ടോയുടെ രൂപത്തിൽ സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളതാണ്. വർഷത്തിൽ 365 ദിവസവും തിരുപ്പിറവിയുടെ ഓർമ്മ നിലനിർത്തുന്ന ഈ ബത്ലഹേം ഗ്രോട്ടോ 2007 ഇടവ വികാരിയായി സ്ഥാനമേറ്റ തോമസ് പഞ്ഞിക്കാരനച്ഛന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. ഉണ്ണി മിശിഹായേ, നിന്റെ തിരുനാമം എന്നുമെന്നും മുഴങ്ങിടുമ്പോൾ. കയ്യിലുണ്ണിയായി എൻ്റെ ഉള്ളിൽ വാഴാൻ ഇന്നും എന്നും നീ വരുമോ? ഉണ്ണി മിശിഹായേ. ഉള്ളുലയ്ക്കും സങ്കടങ്ങൾ എല്ലാം എങ്ങോ പോയി മറയും. നിന്റെ കുഞ്ഞു പുഞ്ചിരിയിൽ, നിന്റെ കുഞ്ഞു പുഞ്ചിരിയിൽ കണ്ണുനീരും മാഞ്ഞാലിയും. നിൻ പാദങ്ങൾ കുമ്പിടുമ്പോൾ നിന്റെ ശാന്തി നെഞ്ചിലെന്നും നിന്റെ നാമം ഉരുവിടുമ്പോൾ സന്തോഷത്താൽ ഉള്ളം തുടിക്കും. അതിരില്ല ദിവ്യ സ്നേഹം എന്നും എന്നും നിറയട്ടെ, മണ്ണും വിണ്ണും നിൻ പ്രഭയിൽ എന്നും എന്നും വിളങ്ങട്ടെ. ഉണ്ണി മിശിഹായേ. കല്ലറ്റുകര ദേവാലയത്തിൽ എല്ലാ വർഷവും ജനുവരി 26, 27, 28 തീയതികളിൽ ഉണ്ണിമിശിഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും തിരുനാളും ഓഗസ്റ്റ് 15 ഉണ്ണിമിശിഹായുടെ ഊട്ടുതിരുനാളും ആഘോഷിക്കുന്നു. നമുക്കിനി ഈ ജനുവരിയിൽ കഴിഞ്ഞ പെരുന്നാളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ?
ഉണ്ണിമിശിഹായേ നിന്റെ തിരുനാമം എന്നുമെന്നും മുഴങ്ങിടുമ്പോൾ കയ്യിലുണ്ണിയായി എൻ്റെ ഉള്ളിൽ വാഴാൻ എന്നുമെന്നും നീ വരുമോ? ഉണ്ണിമിശിഹായേ നിന്റെ തിരുനാമം എന്നും എന്നും മുഴങ്ങിടുമ്പോൾ കയ്യിലുണ്ണിയായി എൻ്റെ ഉള്ളിൽ വാഴാൻ എന്നുമെന്നും നീ വരുമോ? ഉണ്ണിമിശിഹായേ